വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഉപ്പാൻ്റെ കൂടെയായിട്ടാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാം. നമുക്കിന്ന് ബാക്കിലിരുന്നാൽ മതിയല്ലോ, നോർമലി ഞാനാണല്ലോ ഡ്രൈവ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ബാക്കിലിരുന്നുകൊണ്ട് തന്നെ എല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സൊക്കെ അപ്ലൈ ചെയ്യാനും വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നോർമലി ഉപ്പ പോകാറുള്ളൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉപ്പ അങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് കേട്ടോ. നിങ്ങൾ കാണേണ്ട ഒരു ഏരിയ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ഏരിയ ആണ് കേട്ടോ. തിരൂരുള്ളവർക്ക് അറിയുന്നുണ്ടാവും. ഇതിൽ കൂടെ ബൈക്കിനും ഓട്ടോയ്ക്കും മാത്രമേ കേട്ടോ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഏരിയ ആണ്. പിന്നെ ഭയങ്കര കാമൻകായിട്ടായിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ. ഈ ഹിന്ദുസ് എന്താ പറയുക, അവരുടെ ആ ഒരു ഏരിയയാണ്. അവരുടെ ആരാധന സ്ഥലങ്ങളും കാര്യങ്ങളും അമ്പലങ്ങളും പിന്നെ എന്താ പറയുക സർപ്പക്കാവ് അങ്ങനെയൊക്കെയുള്ള ഏരിയ ഒക്കെ ഇല്ലേ. എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. നമ്മൾ ഇതിൽ കൂടി പോകുമ്പോൾ കാണുന്നതാണ്. ഇതിൻ്റെ ആ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈവനിങ് ഒരു നൈറ്റ് ആവുന്ന ആ സമയമില്ലേ, ആ സമയത്ത് കൂടെ ഇതിൽ കൂടി പോകണം കേട്ടോ. നൈറ്റിൽ എനിക്ക് ഇതിൽ കൂടി പോകാൻ പേടിയാണ്. അതെന്താണെന്നറിയില്ല, മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുക. അത് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവരങ്ങനെ പ്രാർത്ഥിക്കുന്നതും അതിക്കൂടെ നടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് നിങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തിരിച്ച് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ അക്ഷയയിലോട്ട് വന്നതായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സർട്ടിഫിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാനൊന്ന് ലണ്ടൻ വരെ പോയാലോ എന്ന് ആലോചിക്കാം കേട്ടോ. ചുമ്മാ പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടായിരിക്കട്ടെ ഫസ്റ്റ് പറയുന്നത്. ഇപ്പം ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും എന്താ ചെയ്യുന്നത് ഏതാ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ എന്താ പറയുക വീഡിയോ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ത് വിശേഷം ഉണ്ടായിട്ട് ആവണമെന്നുണ്ടെങ്കിലും ഞാനത് നിങ്ങളോട് ആയിരിക്കട്ടോ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ അത് ഞാൻ കുറച്ച് ഡിലേ ആക്കിയിട്ട് അതിൻ്റെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് പങ്കുവെക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ഏരിയ ഉണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ. കുറച്ച് ടൈം ലേറ്റ് ആയിട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അക്ഷയയിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഏരിയയൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്താ പറയുക, ഈ പടിപ്പുരയുള്ള വീട്, അത് കഴിഞ്ഞിട്ട് ഒരു അമ്പലക്കുളം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ ഇത് വരുന്നത്. അക്ഷയയിൽ നമ്മൾ വിചാരിക്കാതെ ലേറ്റായി ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ബാക്കി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു വീട്ടിലെത്തിയതിൻ്റെ ശേഷം നമുക്ക് പാത്തുവിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. പാത്തുവിൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 months ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ എനിക്കും ചെറിയൊരു മേക്ക് ഓവറൊക്കെ വേണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ പാത്തു സമ്മതിക്കുകയാണെങ്കിൽ അതും ആവാമെന്ന് വിചാരിക്കുകയാണ്. പാത്തു ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. Fatuma. Fatuma. പാത്തുവിന് എനിക്ക് ഫ്രണ്ടിൽ ബാങ്ക്സ് വെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, കെട്ടിക്കൊടുത്ത ഹെയർ ഞാൻ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നല്ല രീതിക്ക് അവർക്ക് വെട്ടാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിലുള്ള റബ്ബർ കട്ട് ചെയ്തിട്ട് ബാക്കി ഹെയർ കട്ട് ചെയ്യാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നേ. പാത്തു ഹെയർ കട്ട് ചെയ്യുന്ന അവരുടെ സ്റ്റാഫിനെ കണ്ടപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. പിന്നെ ഹെയർ നല്ലപോലെ കട്ട് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തിരൂർ പോലീസ് ലൈനിലുള്ള ഡെസേർട്ട് സലൂണിലോട്ടായിരുന്നു കേട്ടോ. ഇവിടെ യൂണിസെക്സ് ആയതുകൊണ്ട് തന്നെ ഈവനിങ് ഉണ്ടാവും എന്ന് അറിയാമായിരുന്നു. പക്ഷേ നമ്മൾ വന്നപ്പോൾ സ്റ്റാഫ് കുറവായതുകൊണ്ട് തന്നെ അവിടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വേറെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പാത്തും കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളുടേത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാത്തുവിനെ ഞാനിതാ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കളിക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അവൾക്കവിടെ നടക്കാനൊക്കെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കൊന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാമായിരുന്നു കേട്ടോ. പിന്നെ സ്വിച്ച് ഇട്ട് കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ നിന്നപ്പോൾ ആളുടെ കോലൊക്കെ ആകെ മാറി. ആൾ കരയാനും പിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
പാത്തുവിൻ്റെ ഹെയർ കട്ട് തുടങ്ങിയപ്പം അവൾ പിന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും സ്റ്റാഫൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവളുടെ കരച്ചിൽ കണ്ടപ്പം മുടി കെട്ടിയത് അഴിക്കാണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഷേപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് അത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാനും ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഉപ്പ റിസപ്ഷനിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉപ്പാൻ്റെ അടുത്തൊക്കെ പാത്തു പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പാത്തുവിനെ എൻ്റെ മടിയിലൊക്കെ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ ഓരോ പ്രൊസീജിയേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഈ സ്റ്റാഫിൻ്റെ പേര് മാഗി എന്നാണ് കേട്ടോ. അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞാൻ മുന്നേ വന്നപ്പോഴും അവരെന്നായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ സർവീസ് ഭയങ്കര നല്ലതാണ് കേട്ടോ. അവരിതാ മോളം മടിയിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് അവർ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അവളുടെ ഹെയർ കട്ട് ചെയ്തപ്പോൾ അവൾ അത് കവറൊന്നും ഇടാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മേത്തൊക്കെ ഹെയർ ആയിട്ടാണ് തോന്നുന്നത് അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് അവൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് അവർ നമ്മളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ അതുതന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മേക്ക് ഓവറുണ്ട് കേട്ടോ. അത് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ എവിടേക്കോ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട്. ഇതൊരിക്കലും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു മേക്ക് ഓവർ അല്ല. എന്നിരുന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു തീരുമാനം കേട്ടോ ഇത്. എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓരോരോ ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മൾ തന്നെ എന്താ പറയുക പുതിയൊരു ആളായിട്ട് മാറിയ പോലെയുണ്ട് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തതാണ് കേട്ടോ ഞാനിത്. നന്നായിട്ടൊന്നും മേക്ക് ഓവർ ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ, അത് ഉറപ്പാണ്. ഇത് ജസ്റ്റ് ഇതാ ഇപ്പോഴത്തെ എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സെൽഫിയൊക്കെ എടുത്തിട്ടോ. കുറേ കാലത്തിന് ശേഷം ഞാൻ അവിടുന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തന്നെ നമ്മൾ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. പാത്തു ഇതാ കാണുന്നവരോടൊക്കെ ബായൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ. പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.